കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ച വിഷയത്തിന് തുടർമാനമായി നമ്മുടെ മുമ്പിൽ ശേഷിച്ചിരിക്കുന്ന അല്പസമയം തിരുവചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ തക്കവണ്ണമാണ് ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചത് ദ സാങ്ച്വറി ഓഫ് ഗാഡ്, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം, അതിന്റെ രണ്ടാം ഭാഗത്തേക്ക് നാം കടന്നു വരികയാണ്. Today we will continue on the thought that was started last week, the sanctuary of God, part 2. അതിന്റെ ടെക്സ്റ്റുകളായി കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതായ അതേ വേദവാക്യങ്ങളും അതോടുകൂടെ ഒരു വാക്യവും അവസാനത്തെ എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം കൂടെ ചേർത്ത് ടെക്സ്റ്റുകളായിട്ട് ഇന്ന് നാം ചിന്തിക്കുകയാണ്. We're going to focus on the same text as well as add on Hebrews chapter 8 verse 5 together. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്ന് പറയുന്നു. In Exodus 25, 8 and 9 it says, so that I might dwell among you, that you should make a sanctuary for a place where God should dwell with us. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ആ കൂടാരം, ആ സമാഗമന കൂടാരം ഈ കാലത്തേക്ക്, ഈ സഭാ കാലയളവില് നിഴലായി നിൽക്കുന്നു. In Hebrews 9 verse 9 we said that sanctuary is symbolic of the present day church age. ആ സമാഗമന കൂടാരത്തെ പറ്റി അവസാനമായി നാം കാണുന്നത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാണ്. അവിടെ നാം വായിക്കുന്നത് behold the tabernacle of God with men. Hallelujah. ഇതാ മനുഷ്യനോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. In Revelation 21 verse 3 we hear about the tabernacle for the last time, and it says behold the dwelling place of God with man. ആ തിരുവചനത്തിൽ പല ഇടങ്ങളിൽ ഹല്ലേലൂയ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരം എന്ന് പറയുന്നത് ഒരു കെട്ടിടമല്ല, ഒരു വ്യക്തിയാണ്. അത് വളരെ വ്യക്തമായി വെളിപ്പാട് പുസ്തകം 21-ന്റെ 22-ലും മറ്റു പല വേദഭാഗങ്ങളിലും കാണുവാൻ സാധിക്കും. As I reminded you last week in Revelation 21 and 22 it says the sanctuary is not a place, it is a person, and that person is God. നിത്യതയിൽ ഹല്ലേലൂയ അവിടെ മന്ദിരം കണ്ടില്ല, കുഞ്ഞാടും പിതാവാം ദൈവവും മന്ദിരമാകുന്നു. There was no temple in that city eternal, for its temple is the Lord Almighty and the Lamb, it said. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളാകുന്ന നാം ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. The word of God teaches us another truth, that each and every person sitting here is the lamb or the temple of God. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം ഹല്ലേലൂയ യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ചത് ഹല്ലേലൂയ എബ്രായ എഴുത്തുകാരൻ എടുത്തു പറയുകയാണ്. ഹല്ലേലൂയ സ്വർഗീയമായ സകല സ്വർഗീയമായ ആലയത്തിന്റെ ഹല്ലേലൂയ പാറ്റേൺ ആയിട്ടാണ് ഈ ഭൂമിയിലുള്ള ആലയവും സമാഗമന കൂടാരവും. And the writer of Hebrews is reminding us that the earthly tabernacle, the temple, is a shadow of heavenly things. സാങ്ച്വറി, ഹല്ലേലൂയ സ്തോത്രം, മന്ദിരം, ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമെന്ന് തിരുവചനത്തിൽ നാം ആദ്യമായി കാണുന്നത് പുറപ്പാട് 15-ന്റെ 17-ലാണ്. The first time we see the word sanctuary mentioned is in Exodus 15:17. അവിടെ നാം വായിക്കുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ നീ അവരെ കൊണ്ടുചെന്നാക്കി അവകാശ പർവ്വതത്തിൽ അവരെ നട്ടു, തൃക്കൈ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. Thou shalt bring them in and plant them in the mountain of thine inheritance, in the place, O Lord, thou hast made for thee to dwell in. പുറപ്പാട് 15-ന്റെ 13-ൽ പ്രത്യേകമായി പറയുന്നു, ഈ അവകാശ മന്ദിരമാകുന്ന സിയോൻ മന്ദിരം, സിയോൻ പർവ്വതം യഹോവയുടെ വാസസ്ഥലമാണ്. It reminds us that Zion, the place where God dwells, is a sanctuary of the Lord. നാം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. So understand one thing from that portion. എവിടെ വെച്ചാണ് മോശ ഈ കാര്യം പറയുന്നത്? Where is Moses saying this particular portion? ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട്
മറുകരയിൽ മരുഭൂമിയിൽ ആയിരിക്കുകയാണ്. He is now past the Red Sea, being split open and in the wilderness. ഇതുവരെയും അവർ വാഗ്ദത്ത ദേശത്ത് എത്തിയിട്ടില്ല. They have not reached their promised land yet. ഈ നാളുകൾ കഴിഞ്ഞിട്ടേ അവർ കനാനിൽ ചെന്നെത്തുകയുള്ളൂ. It will take years for them to reach Canaan. എന്നാൽ മരുഭൂമിയിൽ വാഗ്ദത്ത ദേശത്ത് ചെല്ലുന്നതിന് മുമ്പ് മോശ ആത്മാവിൽ കാണുകയാണ്, ഞങ്ങൾക്ക് നൽകുവാനുള്ള വാഗ്ദത്ത ദേശത്തെ അവകാശമായി യഹോവയായ ദൈവം വാഴുന്നു. Oh, while they are still in the wilderness, Moses with his vision is seeing that the Lord is going to give us a mountain that he will dwell with us there. വളരെ അത് എപ്പോഴാണ് പറയുന്നത്? Where is he saying 40 വർഷം മുമ്പാണ് പറയുന്നത്. 40 years prior to the promised land. എന്താണ് ഈ സത്യം വിളിച്ചറിയിക്കുന്നത്? What does this truth remind us of? മരുഭൂമിയിൽ അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ, When they were worshiping the Lord in the wilderness, ആരാധനയ്ക്കായി അവർക്ക് സ്വാതന്ത്ര്യം ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞപ്പോൾ, after they were freed out of the slavery of Egypt, അവർ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. they saw something in worship. ഞങ്ങളുടെ ആരാധന ഈ മരുഭൂമി കൊണ്ട് നിൽക്കയില്ല. Our worship does not end in the desert or the ചില wilderness. നാളുകൾക്ക് ശേഷം ഞങ്ങൾ വാഗ്ദത്ത ദേശത്ത് ചെല്ലും. Just in a few years we will enter our promised land. ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത ദേശത്ത് ഞങ്ങളുടെ കർത്താവിനോടുകൂടെ കർത്താവിനെ ആരാധിക്കും. Oh, in a few years we will enter the promised land that was promised to our fathers. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. As we are worshiping in this church, നമുക്കൊരു വലിയ സ്വപ്നമുണ്ട്. we have a great dream likewise. നമ്മുടെ വലിയ പ്രത്യാശ എന്താണ്? What is our blessed great hope? കാഹളം ധ്വനിക്കും നമ്മുടെ കർത്താവ് വരും. That the trumpet shall sound and our Lord shall return. വിണ്ണയമായ ശരീരത്തോടുകൂടെ ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടും. We will be taken with that eternal body into the presence of the Lord. സ്വർഗ്ഗസിയോനിൽ ഞങ്ങളെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദിവസമുണ്ട്. There is coming a day we will worship the Lord in heavenly Zion. ആരാധനയുടെ ഇന്ന് പകൽക്കാലത്തെ സന്തോഷം എന്ന് പറയുന്നത് നാളത്തെ നമ്മുടെ പ്രത്യാശയാണ്. Oh, the joy we have in worship today is our blessed hope of tomorrow. നാളത്തെ നമ്മുടെ പ്രത്യാശ മങ്ങിപ്പോയാൽ ഇന്നത്തെ ആരാധനയും മങ്ങിപ്പോകും. If our blessed hope about tomorrow is dimmed, then our worship will also decline. ദൈവസന്നിധിയിൽ നിന്ന് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, As we are worshiping in the presence of the Lord, നമുക്ക് ആ വലിയ ഭാവി പ്രത്യാശ ഉണ്ടായിരിക്കണം. we should always have this great blessed hope. എന്റെ സ്വന്തം കണ്ണാലെ ഞാൻ എന്റെ കർത്താവിനെ കാണും. With my very own eyes I will see my Lord and Savior. അവിടുത്തെ തിരുമുഖം കണ്ടുകൊണ്ട് ആരാധിക്കുന്ന ഒരു ദിവസമുണ്ട്. There is coming a day when I will see him face to face and worship him truly. എന്റെ ദുഃഖങ്ങളും നിന്ദകളും രോഗങ്ങളും എല്ലാം മാറിപ്പോകും. All my ridicule, my shame, my pain, my sickness will be gone. സാഞ്ചുറി അഥവാ മന്ദിരം എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യ ഭാഗത്തെ പറ്റിയാണ് ഇപ്പോൾ നാം ചിന്തിച്ചത്. When we first talked about how sanctuary is first mentioned, ഇനി നമുക്ക് ചിന്തിക്കുവാനുള്ളത് സമാഗമന കൂടാരം എന്ന് എപ്പോഴാണ് ആദ്യമായി പറഞ്ഞത് എന്നുള്ളതാണ്. next let's look at that word tabernacle and when that is mentioned. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലാണ് തിരുനിവാസം അഥവാ സമാഗമന കൂടാരമെന്ന് ആദ്യം പറയുകയുണ്ടായത്. Exodus 25 verse 9 is the first time that pattern of tabernacle is mentioned. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അവസാനം പറയുന്നത് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലാണ്. And at the very end Revelation 21 verse 3 is the last time it's mentioned. ഈ ആദ്യവും അവസാനവും പറയുന്നതിനിടയ്ക്ക് 328 പ്രാവശ്യമാണ് സമാഗമന കൂടാരം അഥവാ തിരുനിവാസം എന്ന വചനം പദപ്രയോഗം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. Between Exodus and Revelation there is 328 times that the word tabernacle is mentioned. നിങ്ങൾക്ക് ആരാധനയെ പറ്റിയും തിരുവചനത്തെ പറ്റിയും ആഴമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ, if you want to study about the tabernacle and the presence of the Lord, ഈ 328 പ്രാവശ്യം സമാഗമന കൂടാരം വിശുദ്ധ മന്ദിരം എന്ന് എഴുതിയിരിക്കുന്നതിനെ പറ്റി ഒരു പഠനം നടത്തിയാൽ മതി.
ദൈവവചനം മുഴുവനും നിങ്ങൾ ഹൃദയസ്ഥമാക്കും. Oh, if you go and study the 328 times it's mentioned the presence of the Lord and the tabernacle, you will have the word of God dwell in your heart. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Hallelujah. സമാഗമന കൂടാരം എന്നുള്ളതിന്റെ എബ്രായ വാക്ക് മിശാക്കൻ എന്നുള്ളതായ വാക്കാണ്. If you go to the Hebrew root of the word tabernacle, you will see it's mishakan. മിശാക്കാൻ എന്ന വാക്കിനെ അഥവാ ഷാക്കാൻ എന്ന റൂട്ട് വേർഡിൽ നിന്നുമാണ് മിശാക്കാൻ എന്ന വാക്ക് വന്നത്. You can get that word from the root shakan, from the word mishakan. ഷാക്കാൻ എന്ന പദത്തിന്റെ അർത്ഥം dwell, വസിക്കുക എന്നുള്ളതാണ്. The word shakan means dwell. അതുകൊണ്ടാണ് മിശാക്കാൻ എന്ന് പറയുമ്പോൾ കൂടെ വസിക്കുക എന്നുള്ള അർത്ഥമാണ് കാണുന്നത്. So when you combine mishakan together, it means to dwell together. ദൈവത്തിന്റെ ആലയത്തിലേക്ക് ഇന്ന് പകൽക്കാലം നാം കടന്നു വന്നപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നാം എങ്ങനെയാണ് നാം കർത്താവിനോട് കൂടെ ഇന്ന് പകൽക്കാലം വസിക്കുകയാണ്. When we came into this place to worship the Lord, remember that we came in to dwell together with the Lord. കഴിഞ്ഞ ആഴ്ചയിൽ ചില കാര്യങ്ങൾ ഓർപ്പിച്ചതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. I mentioned some of those things last week, so let me not go into the details. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 29, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമൊക്കെ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുകൊണ്ട് കൂടെ വസിക്കുമ്പോഴുള്ള അനുഗ്രഹത്തെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. You can see the blessings that come out of dwelling together from Luke and Revelation that we studied last week. പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് എങ്ങനെയാണ് കൂടെ വസിക്കേണ്ടത് എന്ന് വ്യക്തമായി പഠിപ്പിച്ചതായ അനേക വാക്യങ്ങളുണ്ട്. In the New Testament, there are many scripture portions that teaches us how we are to dwell together with our Lord. അതിൽ പ്രധാനമായിട്ടുള്ളത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായമാണ്. John chapter 15 is an important chapter. 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ 11-ാം വാക്യം വളരെ വ്യക്തമായി നമുക്കിത് കാണുവാൻ സാധിക്കും. In John chapter 15, 4 through 11, we can see this very clearly. 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, abide in me, എന്നിൽ വസിക്കുക. Abide in me is what the Lord is asking of us. അതിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത് എന്നിൽ വസിക്കുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? എന്റെ വായിച്ചേ എന്റെ വചനത്തിൽ വസിക്കണം. എന്താണ്? Not only do you abide in me, but my word should abide in you. Next it says. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ നാം വസിക്കുകയാണെങ്കിൽ വചനത്തിന്റെ ജീവൻ നമ്മുടെ മർത്യ ശരീരങ്ങളിൽ വ്യാപരിക്കും. Oh, if we dwell in the word of God, the power of the word of God will come into our mortal bodies. മൂന്നാമതായി 9-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എന്റെ സ്നേഹത്തിൽ വസിക്കണം. Again in verse 9 it says that you need to dwell in the love the Father has for me. ക്രിസ്തുവിൽ In my love. വസിക്കുക എന്ന് പറയുന്നത് അവന്റെ സ്നേഹത്തിൽ വസിക്കുക, അവന്റെ വചനത്തിൽ വസിക്കുക, കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുക എന്നുള്ളതാണ്. To dwell together in worship with the Lord means to abide in the love of the Father. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഈ കാലങ്ങളിൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. May the Lord Jesus help us to abide in Christ and to live out his love. ശക്കാൻ എന്ന് പറയുന്നതിന്റെ ജിമാട്രിയ ന്യൂമറിക്കൽ കോഡ് 401 ആണ്, 401. If you look at the numerical code of that word shakan, it is 401. ഈ 401 ന്യൂമറിക്കൽ കോഡ്, ന്യൂമറിക്കൽ നമ്പർ ഉള്ളതായ മറ്റേ ഒരു പ്രധാന വാക്ക് എബ്രായ പദത്തിലുണ്ട്. In the Hebrew language, there's another gematria that has the word 401. യഹൂദന്മാർക്ക് മനപ്പാഠം അറിയാവുന്ന ഒരു വാക്യമാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. Deuteronomy 6 verse 4 is a often memorized word for the Israelites. ശമ്മാ ഇസ്രായേൽ, ഇസ്രായേലേ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. Shema Israel means listen, O Israel, for the Lord God is our God. ശകാൻ എന്ന പദത്തിനെ അതിന്റെ എബ്രായ റൂട്ടിലേക്ക് പോകുമ്പോൾ ഹിയർ കേൾക്കുക
എന്ന ന്യൂമറിക്കൽ അർത്ഥവും കൂടെയുണ്ട്. When you talk about the word shakan and you look at the numerical code, it also means to hear. ഇന്നലെ ജസ്റ്റിൻ വളരെ മനോഹരമായി ദൈവവചന കേൾവിയെ പറ്റി എബ്രായ ലേഖനത്തിൽ നിന്നും സഭാ മാസയോഗത്തിന് സംസാരിക്കുകയുണ്ടായി. Last night, Brother Justin went into a detailed, beautiful word about what it means from Hebrews. എടുത്തു പറഞ്ഞ ഒരു പദപ്രയോഗമുണ്ട്. Do not harden your heart. Hear the voice of God. Do not harden your heart, but hear the voice of the Lord was something he emphasized. ക്ഷമാ ഇസ്രായേൽ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിച്ച് കൂടുമ്പോൾ, Shema Israel, when we are dwelling together with the Lord, നമ്മുടെ ജീവിതത്തിൽ അനുഭവമാകേണ്ട ഒന്നുണ്ട്. one of these things needs to be a part of our life. വചനം കേൾക്കുക എന്നുള്ളതാണ്. It is to hear from the Lord through his word. എബ്രാൻ സഭയിൽ വചന കേൾവിക്ക് വചന പഠനത്തിന് ഒട്ടും കുറവില്ല. Oh, in that church there was no lack of the word of God. Hebron. ദൈവവചനം യഥാർത്ഥമായി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. I thank the Lord for the Hebron church who hear the word of God. ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മുടെ കാതുകളെ ഹൃദയങ്ങളെ തുറക്കാം. Open your hearts to hear and listen to the word of God and obey it. എങ്ങനെയാ ഈ ദൈവവചനം കേൾക്കുന്നത്? How do you hear the word of God? ഈ ശമൂവേല് ബാലനായിരുന്നപ്പോൾ, When Samuel was a young lad, ഒന്ന് ശമൂവേൽ 3-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. in 1 Samuel 3 we see അവിടെ ശമൂവേലിനെ യഹോവയായ ദൈവം വിളിക്കുക, ശമൂവേലേ എന്ന് വിളിക്കുക. here the voice of the Lord came and called him Samuel. ഹീറാമായി എന്ന് പറഞ്ഞ് ശമൂവേല് നേരെ ഏലി പുരോഹിതന്റെ അടുക്കൽ ചെല്ലുന്നു. Samuel said, "Here I am," and went to the Eli the priest. എന്നാ ഇലായി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. And Eli said, "I did not call you." വീണ്ടും യഹോവയായ ദൈവം ശമൂവേലിനെ വിളിക്കുകയാണ്, ശമൂവേലേ. Again the Lord calls him Samuel. ദൈവവിളി ഗ്രഹിക്കാതിരുന്ന ശമൂവേല്, Samuel who did not understand the call of the Lord. എന്നാൽ മൂന്നാമത് പറഞ്ഞപ്പോൾ ഏലി പറഞ്ഞു, അടിയൻ ഇതാ സംസാരിക്കണമേ എന്ന് നീ പറയണം. The third time Eli told him, "Say that, here am I, Lord, speak to me." ശമൂവേൽ പറഞ്ഞപ്പോൾ യഹോവയുടെ അരുളപ്പാട് ആദ്യമായി ശമൂവേലിന്റെ കാതുകളിൽ വരുവാൻ തുടങ്ങി. And when Samuel obeyed and said it, we see for the first time the word of the Lord came into the ears of Samuel. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ അടിയനോട് അരുളി ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇരുന്നാൽ നമ്മുടെ കാതുകളിൽ ദൈവത്തിന്റെ ഇമ്പമേറിയ ശബ്ദം കേൾപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. Likewise, if we are sitting here worshiping the Lord, if we say, "Lord, here am I, speak to me," you will hear the word of the Lord in our very ears. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മശിഹാ തമ്പുരാൻ ഈ ഭൂമിയിൽ വാഴുന്ന കാലത്തെ സഹസ്രാബ്ദ വാഴ്ചയിൽ, During the millennial reign, when our Lord Jesus will be ruling over the earth, അനേക ജാതികൾ യെരൂശലേമിലേക്ക് ഒഴുകി ചെല്ലുന്നെന്നാണ് തിരുവചനത്തിൽ പ്രവചനം 2-ാം അധ്യായം, മീകാ പ്രവചനം 4-ാം അധ്യായത്തിലൊക്കെ കാണാം. in the prophetical words of Isaiah and others, you can see that many will be coming to the temple in Israel. ഇങ്ങനെ ഒഴുകി നദി പോലെ ജാതികൾ ഒഴുകി വരികയാണ്. Oh, like an ocean, they will be coming to the temple in Israel. യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിലും മീകാ പ്രവചനം 4-ാം അധ്യായത്തിലും മറ്റു പല വാക്യങ്ങളിലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവന്റെ വചനം കേൾക്കുവാൻ, വചനത്തിന്റെ മൊഴികൾ കേൾക്കുവാനാണ് അവർ ആലയത്തിലേക്ക് വരുന്നത്. In Isaiah 2 and Micah 4, we can see they are coming to hear the life-giving word of the Lord. ജീവന്റെ മൊഴികൾ കേൾക്കുവാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. I thank the Lord, those who have come in to hear the life-giving word of the Lord. എബ്രായലേഖനം 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നിന്നും നാം ഒന്ന് ചിന്തിക്കുകയുണ്ടായി. Hebrews 8 verse 5 we have already thought about. സ്വർഗീയമായ കൂടാരത്തിന്റെ പാറ്റേണിലാണ് ഈ ഭൂമിയിൽ സമാഗമന കൂടാരവും ദൈവത്തിന്റെ ആലയവും നിർമ്മിക്കപ്പെട്ടത്. We see that the tabernacle was to serve as a copy and a shadow of the heavenly things. എബ്രായലേഖനം 8-5 പറയുന്നത് ഇങ്ങനെയാണ്, കൂടാരം തീർപ്പാൻ മോശെ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം
സകലവും ചെയ്യുവാൻ നോക്കുക. For when Moses was about to erect the tent, he was instructed by God saying, see that you make everything according to the pattern that has been shown to you on the mountain. ദൈവത്തിന്റെ ആലയവും സമാഗമന കൂടാരവും മോശയുടെ ഇഷ്ടപ്രകാരമോ ദാവീദിന്റെ ശലോമോന്റെ ഇഷ്ടപ്രകാരമോ ചെയ്യുവാൻ ഒക്കുകയില്ല. The temple of the Lord built by Solomon or the tabernacle built by Moses could not be done by their own will. ദാവീദ് വൃദ്ധനായി. Oh, when David was an old man, ദാവീദിനോട് യഹോവയായ ദൈവം പറഞ്ഞു, The Lord നീ അല്ല ആലയം പണിയുന്നത്, നിന്റെ മകൻ ശലോമോനാണ്. told David that you will not build the temple for me but your son Solomon. Hallelujah. Stotram. Can you bring that that slide? Yes, right there. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുകയാണ്, നമുക്ക് നിങ്ങൾ സ്വർഗത്തിലെ ആലയത്തിന്റെ മാതൃക പ്രകാരം വേണം ഭൂമിയിൽ ആലയം ഉണ്ടാക്കുക. Here we see that the model of the heavenly tabernacle is how we need to build the tabernacle on earth. ഹല്ലേലൂയ. യഹോവയായ ദൈവം ഈ ആലയത്തിന്റെ മാതൃകയെല്ലാം എഴുതി എനിക്ക് അതിന്റെ പാറ്റേൺ ഗ്രഹിപ്പിച്ചു തന്നു എന്നാണ് 1 ദിനവൃത്താന്തം 28 അധ്യായത്തിന്റെ 19 വാക്യത്തിൽ ദാവീദ് തന്റെ മകനായ ശലോമോനോട് പറയുന്നത്. David is telling his son Solomon in 1 Chronicles 28:19 that the Lord gave me the pattern of how to build. ദൈവം കൊടുത്ത പാറ്റേൺ എഴുതി അതിന്റെ ജ്ഞാനവും കൊടുത്ത് അതം പ്രകാരമാണ് ശലോമോൻ ഒന്നാമത്തെ ആലയം ഉണ്ടാക്കിയത്. It was according to that pattern given by the Lord that Solomon built that temple. നിങ്ങൾ സ്വർഗീയമായ ആലയമാണ് ഒന്നാമത് കാണുന്നത്. You can see the first heavenly tabernacle on that slide. എർത്തിലി ടാബർനാക്കിളിന്റെയും അതുപോലെ തന്നെ ടെമ്പിളിന്റെയും ദേവാലയത്തിന്റെയും മാതൃകയാണ് രണ്ടാമത്തെ പിക്ചറിൽ കാണുവാൻ സാധിക്കുന്നത്. The second picture is the earthly tabernacle of the pattern of the palace and the tabernacle. മൂന്നാമതായി ടാബർനാക്കിൾ മനുഷ്യനായ നമ്മുടെ ടാബർനാക്കിളിനെ പറ്റിയാണ് കാണുന്നത്. സ്വർഗീയമായ ടാബർനാക്കിളിനെ സദൃശമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. The Lord has created each and every one of us also in the pattern of that tabernacle in our 3 aspects of our life. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നീട് കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. I would like to go into that the Lord if time allows. നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലാണ് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായി സ്വർഗീയമായ ആലയത്തെ പറ്റി പറയുന്നുണ്ട്. In the book of Revelation it talks about the heavenly tabernacle in detail. ആദ്യമായി പ്രാകാരത്തിലുള്ളതായ യാഗപീഠം നമുക്ക് കാണുവാൻ സാധിക്കും. First you can see the sacrificial altar that was on the outside court. വെളിപ്പാട് 4:5 വളരെ വ്യക്തമായി നമുക്കത് കാണുവാൻ സാധിക്കും. In Revelation 4 and 5 you can see those details. ഇശയ്യാ പ്രവചനം 6 അധ്യായത്തിൽ ആ യാഗപീഠത്തിൽ നിന്നാണ് കനൽ എടുത്തിട്ട് ഇശയ്യാവിന്റെ അധരത്തിൽ തൊട്ടത്. In Isaiah we can see the coal was taken from that place, that sacrificial altar upon his lip. രണ്ടാമതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് the crystal sea ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. Second, you can see the sea of crystal glass there. അത് പ്രാകാരത്തിൽ കാണുന്നതാണ്. ആലയത്തിലും സമാഗമന കൂടാരത്തിലും കൈ കഴുകേണ്ടതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന പിച്ചള തൊട്ടിക്ക് സമാനമായി നിൽക്കുകയാണ്. It is similar to the brazen place of washing your hands that is on the outer courts there. നാം വിശുദ്ധ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ധൂപപീഠവും പ്രാർത്ഥനയെ കാണിക്കുന്ന ധൂപപീഠമൊക്കെ അവിടെ കാണുവാൻ സാധിക്കും. Again, when you go to the holy place, you can see the articles of worship there at the altar. ആലയത്തിലെ വിശുദ്ധ സ്ഥലത്ത് കാണുന്ന മേശയ്ക്കും ധൂപപീഠത്തിനും നിദാനമായി നിൽക്കുന്നു. Again, it shows the holy place being compared to the tabernacle and the equipment there. ആലയത്തിലെയും സമാഗമന കൂടാരത്തിലെയും ഉള്ളതായ അതിപരിശുദ്ധ സ്ഥലത്തുള്ളതായ
ദൈവ സാന്നിധ്യം നിയമപ്പെട്ടകവും അതിന്റെ മേളിലുള്ള കൃപാസനവുമാണ് അതിപരിശുദ്ധ സ്ഥലത്തെ ദൈവസിംഹാസനത്തെ കാണിക്കുന്നത്. The most holy place has the ark, and you see it's compared to the heavenly tabernacle of the most holy place. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ആലയം ഇനിയും ഈ ഭൂമിയിൽ വരുവാനുള്ളതേ ഉള്ളൂ. Oh, the greatest tabernacle is yet to come in this earth. സഹസ്രാബ്ദ വാഴ്ചയിൽ നമ്മുടെ കർത്താവ് പണിയുന്ന ആലയമാണ് ഏറ്റവും വലിയ ആലയം. During the millennial reign, our Lord Jesus will build a tabernacle, a temple that is the greatest of all temples. എതിർക്രിസ്തുവിന്റെ കാലത്തെ എതിർക്രിസ്തു ഒരു ആലയം പണിയും, അത് അധിക നാൾ നിൽക്കയില്ല. The Antichrist will first build a temple that will not last very long. അതിനുശേഷം കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷനായി പണിയുന്നതാണ് യെഹെസ്കേൽ പ്രവചനം 40-ാം അധ്യായം മുതൽ 48-ാം അധ്യായം വരെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. In Ezekiel 40 to 48, you can see very clearly the temple that the Lord will build during his millennial reign. മനോഹരമായ സുദിനം നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന പ്രത്യാശ സഹോദരി സഹോദരന്മാരാണ് നാം ഓരോരുത്തരും. We have the blessed hope, looking forward to that time and place with that eternal hope within us. ആരാധനയോടുള്ള ബന്ധത്തിൽ പരമപ്രധാനമായ ഒരു വാക്യമാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. Exodus 3:12 is a very important word regarding worship. ഈ വേദഭാഗം വായിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് കാണുവാനായിട്ട് സാധിക്കും. When you read that portion, you can see why and what and how we are to worship the Lord. എന്തുകൊണ്ട്, എപ്പോഴാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? When are we to worship the Lord? 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പ്രത്യേകമായി 5 കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. You can see 5 important points there about worship in that portion. 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇത് ആരാധന ഒരു അടയാളമാണ്, ഒരു സൈനാണ്. The first thing we see is that worship is a sign of things to come. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ ആയിരുന്നപ്പോഴും ദൈവം ആരാധന മുമ്പിൽ കണ്ടുകൊണ്ട് അത് പ്ലാൻ ചെയ്തു. Oh, the Lord, while they were yet slaves in Egypt, planned out worship for them in the wilderness and in their promised land. നമ്മെ പറ്റി ദൈവത്തിന്റെ കാഴ്ചപ്പാട് ലോക സ്ഥാപനത്തിന് മുമ്പുള്ളതാണെന്ന് മറന്നു പോകരുത്. Do not forget that each one of us existed in the plan of God before the foundation of the world. ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്ലാനാണ്. Oh, worship is a plan of the Lord. ആരാധന പ്രിപ്പയർ ചെയ്തത് നമ്മളാരുമല്ല, ദൈവം തന്നെയാണ്. It is the Lord himself who prepared worship. ആരാധനയ്ക്കുള്ള എല്ലാ പ്രിപ്പറേഷനും ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി. The Lord prepared everything needed for worship for his children. ഇന്ന് പകൽക്കാലം എന്റെ ഹൃദയം നന്ദിയാൽ നിറയുകയാണ്. My heart is overflowing this morning. ഒരു മിനിറ്റിൽ ഒരു പ്രത്യേക കാര്യം ഞാൻ ഓർപ്പിക്കാം. Let me remind you something quickly. ഹെബ്രോൻ സഭയ്ക്ക് ആയുസ് മുഴുവനും ദൈവത്തെ സ്തുതിക്കുവാൻ ചില സംഗതികളുണ്ട്. Hebron Church has so much to give thanks to the Lord for a lifetime. ഇസ്രായേൽ മക്കൾക്ക് ആരാധിക്കുവാൻ ഒരുക്കിയതുപോലെ ഈ ആലയം നമ്മുടെ ആരുടെയും മിടുക്കല്ല. യഹോവയായ ദൈവം അത്ഭുതമായി നമ്മളുടെയൊക്കെയും പ്രാർത്ഥന കേട്ട് അവിടുന്ന് നമുക്ക് പ്ലാൻ ചെയ്ത് ആരാധിക്കാൻ തന്നത്. The Lord has given us this place to worship the Lord, not according to anyone's smarts, but it is the Lord who planned it out before time. ദൈവം പ്രിപ്പയർ ചെയ്തതാണ് The ആരാധന. Lord prepared worship. ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഒരുക്കിയതല്ല, ദൈവം ഒരുക്കിയതാണ്. The Lord God himself prepared this idea of worship. ദൈവമാണ് ഇത് പർപ്പസ് ചെയ്തത്. നാലാമതായി then it says God purposed it. എങ്ങനെയാണ് ദൈവം പർപ്പസ് ചെയ്തത്? How did he purpose it? പുറപ്പാട് പുസ്തകത്തിൽ 7 തവണയാണ് മോശ എന്ന് ഫറവോനോട് പറയുന്നത് എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കണം. 7 times Moses goes to Pharaoh and said, let my people go. പുറപ്പാട് പുസ്തകം 5:1, 7, 16, 8:1, 8:20, 9:1, 9:13, 10:4, 7 തവണയാണ് ഫറവോനോട് എന്ന് യഹോവയായ ദൈവം മോശയിൽ കൂടെ പറയുന്നത് ആരാധിപ്പാൻ എന്റെ ജനത്തെ
വിട്ടയക്കണം. Let my people go to worship the Lord was echoed 7 times in the mouth of Moses through the Lord's anointing. നമ്മെ ആരാധിക്കുവാൻ തക്കവണ്ണം സാത്താന്റെ പിടിയിൽ നിന്നും നാശകരമായ കുഴിയിൽ നിന്നും വിളിച്ച് വേർതിരിച്ച് രക്തത്താൽ ശുദ്ധീകരിച്ച് ആത്മാവിനാൽ നിറച്ച് ഈ ആലയത്തിൽ കൊണ്ടുവന്നത് കർത്താവാണ്. It is the Lord who purposed that we be here for such a time as this and brought us into worship together. സിനായ് മലയുടെ അടിവാരത്തിൽ 3 മാസം കഴിഞ്ഞപ്പോൾ യഹൂദന്മാർ കടന്നു വന്നു. 3 months later we see in the valley of Sinai the Jews have reached. അവർ ഒരു കാര്യം അപ്പോൾ മനസ്സിലാക്കി. So one thing was for sure. ഈ മലയുടെ അടിവാരത്തിൽ ജീവനുള്ള ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുമെന്ന് ഞങ്ങളെ വീണ്ടെടുത്ത മോശയോട് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. The Lord had spoken to our caretaker Moses, our redeemer Moses, that we would come to this valley and worship the true and living God. ഹല്ലേലൂയ. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് ദൈവത്തെ So ആരാധിക്കുന്നത്. those who are redeemed will worship the Lord truly. ഈ സീനായ് മലയുടെ അടിവാരത്തിൽ വെച്ചാണ് തിരുവചനം യഥാർത്ഥമായി പഠിക്കുമ്പോൾ യഹോവയായ ദൈവം ഇസ്രയേലിനെ മിസ്റ്റിക്കലായി വേളി കഴിക്കുന്നത്. It is at the valley of Zion, the mountain, that the people of Israel are mystically married with Jehovah. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം 24-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലൊക്കെ ഇസ്രയേൽ മക്കൾ ഒറ്റക്കെട്ടായിട്ട് പറയുകയാണ്, we will do. വിവാഹ ഉടമ്പടിക്ക് മണവാളനും മണവാട്ടിയും അന്യോന്യം പറയുന്നത് പോലെ ഉടമ്പടിയിൽ അവർ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ്? we will do എന്നുള്ളതായ അതേ പദപ്രയോഗമാണ് പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലും 24-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലും കാണുന്നത്. Exodus 19:8 and 24:3, as a wedding vow, they are saying, we will do over and over. അതിനുശേഷം മോശ യാഗത്തിന്റെ രക്തം എടുത്ത് ഈ ഉടമ്പടി മേലും ജനത്തിന്റെ മേലും തളിച്ചു. And Moses afterwards takes the blood and sprinkles it over and makes that blood covenant with them. ഇന്ന് മറന്നു പോകരുതേ, നാം പഴയ നിയമ യാഗങ്ങളുടെ രക്ത ഉടമ്പടിയല്ല, പുതിയ നിയമത്തിന്റെ രക്ത ഉടമ്പടി കുഞ്ഞാടിന്റെ രക്തത്തിന്റെ തളിപ്പേറ്റവരാണ് ഇവിടെ ഇരിക്കുന്നവർ. Oh, remember, as New Testament saints, we're no longer held by that blood, but the blood of the Lamb that was once and for all slain on Calvary for us. സ്വർഗീയ ഉടമ്പടി മേൽ യേശുവിന്റെ രക്തം തളിച്ചാണ് നമ്മെ മക്കളും അവകാശികളും മണവാട്ടിയുമാക്കി മാറ്റിയത്. It is by the blood that was shed on the cross of Calvary by our Lord Jesus we became the bride of Christ and have a blood covenant with him. യെഹെസ്കേൽ ആത്മാവിൽ ഇതിനെപ്പറ്റി 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. In Ezekiel 16 prophetically we see that. താൻ പറയുന്നത്, നിനക്ക് വിവാഹപ്രായമായെന്ന് ഞാൻ കണ്ടപ്പോൾ 16:8 എന്റെ സ്കർട്ട് ഞാൻ നിന്റെ മേൽ ഇട്ടെന്നാണ്. Oh, when you were of age I put my veil over you. അങ്ങനെ കർത്താവ് മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിനെ വേളി കഴിച്ചു. Oh, we see that in the valley of that mountain, that we see that the people of Israel were mystically married. പ്രവാചകന്മാർ ഇത് കൂടെ കൂടെ ഓർപ്പിക്കുന്നുണ്ട്. And the prophets are reminding over and over. യെശയ്യാ പ്രവചനം 54-ന്റെ 5-ാം വാക്യം, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ ഓർപ്പിക്കുക. The prophet Isaiah in 54:5 reminds the people of Israel that your husband is the Lord. കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷനായി ഇസ്രായേലിനെ വീണ്ടും യഥാസ്ഥാനമാക്കുമ്പോൾ അവരുടെ പേര് ഹെപ്ഷീബ, വിവാഹസ്ഥ എന്നായിരിക്കും. Oh, when the Lord appears and makes things right again, they will be known as Hephzibah. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചു. Jeremiah 31:32 says, even though I was their husband, they did not obey my commandments. അതുകൊണ്ടാണ് അവർ ബാബേലിലേക്ക് അടിമകളായി പോയത്. That is why they went into slavery in Babel. കർത്താവുമായിട്ട് ഉടമ്പടി, രക്ത ഉടമ്പടി, യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള ഉടമ്പടി പ്രാപിച്ച നമ്മൾ
ഒരിക്കലും ആ ഉടമ്പടി ലംഘിക്കരുത്. Oh, those of us who are blood covenant to be the bride of Christ should never disobey or turn our backs against the Lord. യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയിരുന്നു വായിക്കണം. Oh, go and read that portion from Ezekiel. അതിന്റെ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ In 16, 17 to 20, കർത്താവ് ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, the Lord is telling the people of Israel, നിന്റെ വീഞ്ഞും നിന്റെ ആഹാരവും ഒക്കെ ഞാൻ തന്നതാ. oh, your wine and your food was given to you by me. നീ അലങ്കരിച്ച് നടക്കുന്ന വസ്ത്രങ്ങൾ ഞാൻ തന്നതാ. Your adorned clothes, your everything you have belongs to me. വലിയ മിടുക്കനെന്ന് പറയുന്ന നിന്റെ പിള്ളാരുണ്ടല്ലോ, നീ എനിക്ക് പ്രസവിച്ച മക്കളാ. Oh, the children you say are smart, they have been born to me by you. ഈ വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. Oh, we need to have such a great vision. എന്റെ വസ്ത്രം എന്റെ നന്മയെല്ലാം ദൈവം എനിക്ക് തന്നതാണ്. Everything I have, my clothing, my riches are all from the Lord. എന്റെ മക്കളും കൊച്ചുമക്കളും ദൈവം എനിക്ക് തന്നതാണ്. My children, my grandchildren all belong to the Lord. Hallelujah. നീ ആ വാക്യം കേൾക്കുമ്പോൾ എത്ര തവണ ഞാൻ ആ വാക്യത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? എനിക്ക് വളരെ പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. നീ എനിക്ക് പ്രസവിച്ച മക്കൾ യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറയുക. The Lord is telling to Israel, the sons and your daughters whom you bore unto me. I love to preach on this. ഈ നിന്റെ മക്കളെ, എന്റെ മക്കളെ, These children of mine, മോലക്കിന് യാഗം കഴിച്ചു. you have sacrificed them to Malak. നമ്മുടെ കുഞ്ഞുങ്ങളെ, Our children, ഒരിക്കലും ഈ ലോകത്തോട് അനുരൂപമാക്കുവാൻ നാം വിടരുത്. do not allow them to conform to the pattern of the world. ഉദരഫലം കർത്താവിന്റെ ദാനമാണ്. Oh, the children are an inheritance to the Lord. മക്കൾ യഹോവ തരുന്ന അവകാശമാണ്. They are a blessing and an inheritance from the Lord. മാതാപിതാക്കളായ നമുക്ക് ചില ഉത്തരവാദിത്തമുണ്ട്. Children, your parents have some responsibility. കുഞ്ഞുങ്ങളോട് ഇരുന്ന് കരയണം. Oh, cry with your children. ഞാൻ എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരായ മാതാക്കളോട് ചോദിക്കുകയാണ്, പിതാക്കളോട് ചോദിക്കുകയാണ്. Let me ask the parents, the fathers and the mothers here. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പ്രാവശ്യം നമ്മുടെ കണ്ണുനീര് കണ്ടിട്ടുണ്ട്? How many times has our children seen our tears? ഇവിടെ തന്നെ ഞാൻ പല സാക്ഷ്യം കേട്ടിട്ടുണ്ട്. എന്നെ ഈ കൃപയിലേക്ക് കൊണ്ടുവന്നത് എന്റെ മാതാവിന്റെ കണ്ണീരാണ്. Oh, I've heard the testimonies that the cries of my mom is what brought me into the faith. ദൈവവുമായിട്ടുള്ള പരമാർത്ഥത നമ്മളിൽ നിന്നാണ് നമ്മുടെ തലമുറകൾ കാണുന്നത്. A true relationship with the Lord should be modeled for our children by us. മിടുക്കന്മാരായ മാതാപിതാക്കൾ നല്ലതാണ്. എന്നാൽ അവരെക്കാട്ടിലധികം ആവശ്യം കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കൾ. More than intelligent or smart parents, what we need is tearful parents that cry out for their children. ഹല്ലേലൂയ. Hallelujah. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ As I reminded you earlier, ഈ ടെമ്പിൾ എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, കർത്താവ് തന്നെയാണ്. oh, that temple is not a place, but the Lord himself. യഹോവ തന്നെയാണ് സാങ്ച്വറി. The Lord Jehovah himself is a sanctuary. യെശയ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ, and he shall be a sanctuary, അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും. In Isaiah we see he himself shall be the sanctuary set apart wholly for the Lord. നാം അതിപരിശുദ്ധ സ്ഥലത്തെ പിതാവിന്റെ സിംഹാസനം ഇരിക്കുന്നത് പോലെ അതാണ് യഥാർത്ഥത്തിൽ സാങ്ച്വറി. അവിടെയാണ് തേജസ് നിറഞ്ഞു വസിക്കുന്നത്. Oh, the sanctuary truly is Jehovah himself. പഴയ നിയമ പ്രവാചകന്മാർക്ക് ആ വലിയ ദർശനം ഉണ്ടായിരുന്നു. The Old Testament prophets, saints had that vision, that hope. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ, the glorious high throne, the place of our sanctuary എന്ന് കാണാൻ സാധിക്കും. In Jeremiah 17:12 we see that portion, the glorious throne and the place of our sanctuary. ആദ്യം മുതൽ ഉന്നതമായി മഹത്വമുള്ള സിംഹാസനമേ, ഞങ്ങളുടെ വിശുദ്ധ മന്ദിരസ്ഥാനമേ. അപ്പൊ വിശുദ്ധ മന്ദിരം ഏതാണോ? ദൈവത്തിന്റെ സിംഹാസനമാണ്. So what is the sanctuary based upon that? That is the glorious throne of our Lord. ദൈവത്തിന്റെ സിംഹാസനം ഇവിടെ വസിക്കുന്നത് കൊണ്ടാണ് നാം ഇരിക്കുന്ന ഈ സ്ഥലം ദൈവത്തിന്റെ ആലയമായി മാറിയത്. Because the Lord himself is here is why this becomes a temple of the Lord. വെളിപ്പാട് പുസ്തകം 21-ന്റെ 22 ഞാൻ ഓർപ്പിച്ചതാണല്ലോ. Revelation. പിതാവായ ദൈവവും
പുത്രൻ തമ്പുരാനും ഹല്ലേലൂയ അവിടെ സാഞ്ചുറിയായി കാണുവാൻ സാധിക്കുന്നു. You can see there that the Lord Almighty and the Lamb is the temple in the city there. അത്യുന്നതനായ ദൈവത്തിന്റെ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനമാണ് ഹല്ലേലൂയ ഇശയ്യാ പ്രവാചകൻ സിംഹാസനമായി കാണുന്നത്. The prophet Isaiah is seeing the high and lifted up throne of the Lord, and that is the temple of the Lord. ഹല്ലേലൂയ Hallelujah. സ്തോത്രം. ഇനി നമുക്ക് പെട്ടെന്ന് ചിന്തിക്കേണ്ടത് ഹല്ലേലൂയ നാം ഓരോരുത്തരും ദൈവത്തിന്റെ സിംഹാസനമാണെന്നാണ്. The next thing we need to think about is how we each are the temple of the Lord. Can you bring that? Yes, hallelujah. അവിടെ നമുക്ക് നാം ദൈവത്തിന്റെ സിംഹാസനമാണെന്ന് കാണാനായിട്ട് സാധിക്കും. We can see here that we are the temple of God there. മനുഷ്യനെ 3 ഘടകങ്ങൾ ഉള്ളതായി തിരുവചനം, the trichotomy of man, വളരെ വ്യക്തമായി തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. We can see the trichotomy of man clearly in the word of God. ദേഹം, ദേഹി, ആത്മാവ്. The body, the soul, and the spirit. ജസ്റ്റിൻ അത് ഇന്നലെ ഒന്ന് ടച്ച് ചെയ്ത് പറയുകയുണ്ടായി. Yesterday Justin touched on this. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പ്രാണനെയും ആത്മാവിനെയും സദ്ധിമജ്ജകളെയും തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനത്തെ പറ്റി കാണാൻ സാധിക്കും. In Hebrews 4:12 it talks about the word of God that is able to pierce the body, soul, and spirit. നമുക്ക് ഹല്ലേലൂയ സദൃശവാക്യങ്ങൾ 20-ന്റെ 27 വളരെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കുന്നു. ആത്മാവ് എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ദീപമാണ്. Oh, in Proverbs 20:27 we can see the spirit is the lamp of God. അത് മനുഷ്യന്റെ ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. It is talking about the spirit of man. 1-2 വാചകത്തിൽ ഞാനിവിടെ ആ കാര്യം ഒന്ന് ഓർപ്പിക്കട്ടെ. Let me remind you in a few words. മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ After man had committed sin, അവൻ ഒരു സോളിഷ് വ്യക്തിയായിട്ട് മാറിപ്പോയി. man became a soulless person. അവന്റെ ആത്മാവ് അവനിൽ കെട്ടുപോയി. Oh, the spirit was dimmed out or stopped within him. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ We can see that in John. ശമരിയാക്കാരത്തി സ്ത്രീയോട് കർത്താവ് പറയുകയാണ്, The Lord is speaking to the Samaritan woman and saying, സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. the true worshippers worship the Lord in truth and in spirit. ആ ആത്മാവ് എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന ദൈവാത്മാവിനെ പറ്റി അല്ല. It is not talking about God's Holy Spirit there. നിങ്ങൾ അതിന്റെ മൂലഭാഷയിൽ പോകുമ്പോൾ സ്പിരിറ്റ് സ്മോൾ അക്ഷരത്തിലാണ് മനുഷ്യാത്മാവിനെ പറ്റിയാണ് It പറയുന്നത്. is talking about the human spirit there, these lowercase s. യഥാർത്ഥമായി നമ്മുടെ ആരാധന നമ്മുടെ മനുഷ്യാത്മാവിൽ നിന്നുമാണ് ഉദിച്ചു വരേണ്ടത്. It is from our spirit that the true worship needs to come out. ആദാം പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവന്റെ മനുഷ്യാത്മാവ് അവനിൽ മരിച്ചുപോയി. After Adam sinned, his spirit was put out within him. അവനൊരു വെറും സോളിഷ് പേഴ്സൺ ആയിട്ട് മാറി. He just became a soulish person. സോളിന്റെ ഭാഗങ്ങളാണ് ഇന്റലക്ട്, സെൻസസ്, വില്ലൊക്കെ സോളിന്റെ ഭാഗങ്ങളാണ്. രക്ഷിക്കപ്പെടാത്ത മനുഷ്യർക്കും ഇന്റലക്ട് ഉണ്ട്, വില്ലുണ്ട്. ഇതൊക്കെ നമുക്ക് ഭൂമിയിൽ കാണാൻ They only have the soul, the mind, the will, the emotions, and the senses to live in this world. മനുഷ്യന്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഗോഡ് കോൺഷ്യസ് ആണ്. ഗോഡ് കോൺഷ്യസ്. Oh, man's spirit is being conscious of God. സോൾ എന്ന് പറയുന്നത് സെൽഫ് കോൺഷ്യസ് ആണ്. Soul is self-conscious. ബോഡി, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വേൾഡ് കോൺഷ്യസ് ആണ്. And our body is world conscious. കോൺഷ്യസ് ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും. Each and every person sitting here has these 3 attractions. ഈ 3 കോൺഷ്യസിനെ പറ്റി അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത ലേഖനം 1, 2, 3 അധ്യായങ്ങളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. In Corinthians we see it is talked about quite a bit. അത് കാർണൽമാന് അവരാണ് ജഡീകര് എന്ന് പറയുന്നത്. ഈ ജഡത്തിന്റെ ഇച്ഛകൾ അനുഷ്ഠിക്കുന്നതായ വ്യക്തികൾ. The carnal man that does what the body wants. അത് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. 1 Corinthians 3:3-4 you can see the carnal man. നാച്ചുറൽ മാനെ നമുക്ക് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. Natural man is seen in 1 Corinthians 2:14. അത് സെൽഫ് കോൺഷ്യസ് ആണ്. അവിടെ ഇവനെല്ലാം സെൽഫായിട്ടുള്ള ചിന്തയാണ്
ദൈവികമായതൊന്നും അവരിൽ കാണുന്നില്ല. They are driven by their self or soul, no thought about God. എന്നാ കർത്താവ് എന്തിനാ വന്നെന്നറിയാമോ? Do you know why God came? നമ്മളിൽ കെട്ടുകിടന്നതായ ഈ ദൈവത്തിന്റെ ദീപമാകുന്ന നമ്മുടെ ആത്മാവ് കെട്ടുകിടക്കുകയായിരുന്നു. The lamp of God was dimmed out when Adam sinned. കെട്ടുകിടന്നാലെന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവ് ഇരുട്ടിൽ അന്ധകാരത്തിലായിരുന്നു. Our spirit was in darkness and no longer was lit. കർത്താവ് വന്നിട്ട് ഈ ആത്മാവിനെ കത്തിച്ചു, ലൈറ്റൻ ദൈവത്തിന്റെ ദീപമാക്കി മാറ്റി. The Lord came and lit that spirit and became a lamp of God within us. പലർക്കും പലപ്പോഴും ആരാധിക്കാൻ കഴിയാത്ത കാര്യം Do you എന്നാണെന്നറിയാമോ? know why some can never worship at times? അവരുടെ ബുദ്ധിമണ്ഡലത്തിലുള്ള ആരാധനയാണ് അവർ Oh, ചെയ്യുന്നത്. because they are worshiping with their soul. എന്നാൽ ആരാധന വരേണ്ടത് നമ്മുടെ ആത്മാവിൽ നിന്നാണ്. But worship needs to come from our human spirit. നമ്മുടെ ദൈവം കത്തിച്ച ദീപത്തിൽ നിന്നാണ്. Oh, from the lamp the Lord has lit within our spirit. നമ്മളിലുള്ള മനുഷ്യാത്മാവ് ചിലപ്പോൾ മിന്നാമിന്നി പോലാണ്, ഒന്ന് കത്തും ഒന്ന് കെടും ഒന്ന് കത്തും ഇങ്ങനെയാണ്. Many of the light within us in the spirit is coming and going. എന്നാൽ ദൈവം അതല്ല ഉദ്ദേശിക്കുന്നത്. That is not what the Lord desires of our ജ്വലിച്ചു spirit. പ്രകാശിക്കുന്ന ഒരു വിളക്കായി തീരുക എന്നുള്ളതാണ്. That we be a lamp that is always burning, set upon the city. എന്റെയും നിന്റെയും ആ മനുഷ്യാത്മാവ് ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു ദീപമാണെങ്കിൽ ദൈവശബ്ദം സദാസമയം നിങ്ങൾക്ക് കേൾക്കാം. Oh, you can hear the voice of the Lord continually if our spirit is lit by the lamp of the Lord. പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ പ്രവാചകന്മാരോട് മാത്രമേ കർത്താവ് സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. We might have thought, does the Lord only speak to prophets? നമ്മുടെ അകത്തെ ആത്മാവ് അങ്ങോട്ട് ജ്വലിച്ചു പ്രകാശിച്ചാൽ, When our spirit is lit and burning bright, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്തെ ആത്മാവോട് ഇടപെടും. oh, the Lord's spirit will speak to our spirit. നമ്മൾ അനേക കാര്യങ്ങൾ ദർശനങ്ങളായി വെളിപ്പാടുകളായി ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധമുണ്ടാകും. Oh, with visions and prophecy, the Lord will show us many things with a close relationship. അതിനായിട്ടാണ് കർത്താവ് വന്നത്. That is why the Lord came. പത്രോസ് പറയുന്നു, Peter says, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കർത്താവ് അങ്ങനെ കൊണ്ടുവന്നേക്കും. that is how the Lord called us out of darkness into the marvelous light. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഞാൻ ഇനി ആ കാര്യത്തേക്ക് കടന്നു പോകുന്നില്ല. Let me now go into the last thing I wanted to say. ഹാർട്ട് ഓഫ് വർഷിപ്പിനെ പറ്റിയാണ് ഇനി സംസാരിക്കുന്നത്. എന്റെ മുമ്പിലുള്ള സമയം തീർന്നു പോയി. Oh, the heart of worship is something I wanted to speak on, but my time is over. എന്നാൽ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. As I'm concluding, ഹല്ലേലൂയ, നാം നമ്മുടെ ആത്മാവെ, നമ്മുടെ മനുഷ്യാത്മാവിനെ ഒന്ന് ജ്വലിപ്പിച്ചിട്ട്, oh, when the spirit is lit within us by the Lord, നമ്മുടെ ആത്മാവെ നമ്മുടെ ബുദ്ധിമണ്ഡലത്തെയും നമ്മുടെ ഇച്ഛാശക്തികളെയും കൺട്രോൾ ചെയ്തിട്ട്, oh, by our spirit lit, controlling the soul, mind, body, and നമ്മുടെ will, പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ വരുന്നതായ അഴുക്കും ചവറുകളും ഒക്കെ തള്ളിക്കളയുവാൻ തക്കവണ്ണം ആത്മശക്തി പ്രാപിച്ചിട്ട്, oh, getting the strength to let go of the evil that comes into us by the senses. നാം മുമ്പോട്ട് പോകുകയാകുന്നുവെങ്കിൽ, If we go forward in such a light, ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ കൊണ്ട് ദൈവം എന്തെല്ലാം കാര്യം ചെയ്യുവാൻ the ഒക്കുമെന്നറിയാം. Lord is able to do so much greater through each one sitting here. നമ്മളിലുള്ള മനുഷ്യാത്മാവ് ജ്വലിച്ചു പ്രകാശിക്കാത്തത് കൊണ്ടാണ് ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയാത്തത്. Oh, because the spirit is not lit properly within us by the Lord, that is why we cannot worship him truly. എന്റെ ദൈവമേ, എന്റെ ദേഹം ദേഹി ആത്മാവിനെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പ്രാർത്ഥിക്കാം. Can we pray, Lord, I submit my body, soul and spirit to you. സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് Can we നിൽക്കാം. stand to our feet with that dedication? നമുക്ക് കർത്താവിനെ ആരാധിക്കാം. Can we worship him together? ഹല്ലേലൂയ.